തേനിലും മധുരത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്നുള്ള ദൈവവചന പഠനമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 16-17 വാക്യങ്ങൾ. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. സന്തോഷിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. സന്തോഷിക്കുവാൻ കഴിയാത്ത ഒരു ലോകത്തിലാണ് നാം എല്ലാവരും ജീവിക്കുന്നത്. സന്തോഷത്തിൻ്റെ ഉറവിടം വാസ്തവത്തിൽ എന്താണ്? അത് ക്രിസ്തു തന്നെയാണ്. സന്തോഷിക്കണമെങ്കിൽ ചിലർക്ക് പണമുണ്ടാകണം, മറ്റു ചിലർക്ക് നല്ല ജോലി ഉണ്ടാകണം, വേറെ ചിലർക്ക് നല്ല ആരോഗ്യമുള്ള ശരീരമുണ്ടാകണം. ചുരുക്കി പറഞ്ഞാൽ സാഹചര്യങ്ങളെല്ലാം അവർ ആഗ്രഹിക്കുന്നത് പോലെ അനുകൂലമായിട്ട് തീരണം. എല്ലാം അനുകൂലമാണെങ്കിൽ സന്തോഷിക്കുവാൻ പലർക്കും ബുദ്ധിമുട്ടില്ല. എന്നാൽ എല്ലാം പ്രതികൂലമാകുമ്പോഴും എല്ലാം അനുകൂലമാകുമ്പോഴും, അതായത് എല്ലാ കാലത്തും സന്തോഷിക്കണം എന്ന ദൈവത്തിൻ്റെ വചനം നമ്മോട് ആവശ്യപ്പെടുന്നു. ക്രിസ്തുവിനെ സന്തോഷത്തിൻ്റെ ഉറവിടമായിട്ട് കാണുന്നവർക്ക് മാത്രമേ, ക്രിസ്തുവിൽ സന്തോഷം കണ്ടെത്തിയവർക്ക് മാത്രമേ ഈ അനുഭവത്തിൽ ജീവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. വാസ്തവത്തിൽ സന്തോഷത്തെ തല്ലിക്കെടുത്തുന്ന ഈ ലോകത്തിൽ ക്രിസ്തുവിലുള്ള സന്തോഷത്തിൽ ജീവിക്കുവാൻ ദൈവം നമുക്കെല്ലാവർക്കും കൃപ തരട്ടെ. പൗലോസ് അപ്പോസ്തലൻ അതുകൊണ്ടാണ് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിപ്പീൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല, നിങ്ങൾക്ക് അത് ഉറപ്പാകുന്നു. വിശ്വാസികളുടെ സന്തോഷം, ദൈവമക്കളുടെ സന്തോഷം അവരുടെ പരിതസ്ഥിതികളിലോ വിജയങ്ങളിലോ സമ്പാദ്യങ്ങളിലോ ലൗകികമായിട്ടുള്ള പ്രതീക്ഷകളിലോ ആകരുത്, കർത്താവിൽ തന്നെ ആയിരിക്കണം എന്ന വചനം ഓർപ്പിക്കുകയാണ്. ഹബക്കൂക്ക് പ്രവചനത്തിൽ 3-ാം അധ്യായം 17 മുതലുള്ള വചനങ്ങളിൽ അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാവുകയില്ല, വലിയ മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കയില്ല, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, കർത്താവിൽ ആനന്ദിക്കും. അതാണ് യഥാർത്ഥത്തിൽ നാം ചെയ്യേണ്ടത്. നീതിമാന്മാരെ, യഹോവയിൽ സന്തോഷിപ്പീൻ, അവൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവിൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ, ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും, എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാളൻ തലപ്പാവണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടുവിച്ചിരിക്കുന്നു. ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. കർത്താവിൽ എപ്പോഴും നാം സന്തോഷിക്കുന്നവരായിട്ട് തീരുവാൻ ദൈവം എല്ലാവർക്കും കൃപ നൽകി തരട്ടെ. അടുത്തതായിട്ട് ഇവിടെ ഓർപ്പിക്കുന്നത് ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ എന്നുള്ളതാണ്. പ്രാർത്ഥന ഒരു ദൈവപൈതലിൻ്റെ ജീവശ്വാസമാണ്. പ്രാർത്ഥിക്കാതെ ജീവിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് പൗലോസ് ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ പൗലോസ് ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളത് വചനം പഠിക്കുമ്പോൾ, പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. റോമാലേഖനം 1-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ, ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോൾ എങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു. ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുന്നു. എഫേസ്യ ലേഖനത്തിലും 6-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും പ്രാർത്ഥിപ്പാൻ നമുക്ക് കഴിയണമെങ്കിൽ ദൈവത്തിലായിരിക്കണം എപ്പോഴും നമ്മുടെ ആശ്രയം.
ദൈവമാണ് എൻ്റെ ആശ്രയം, ദൈവത്തെ കൂടാതെ, ദൈവത്തിൻ്റെ സഹായമില്ലാതെ എനിക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല എന്ന ബോധ്യമുള്ളവർക്ക് മാത്രമേ ഇത് കഴിയുകയുള്ളൂ. തീമോഥെയോസിന്റെ ലേഖനം എഴുതുമ്പോൾ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടവിടാതെ നിന്നെ സ്മരിച്ച് നിൻ്റെ കണ്ണുനീർ ഓർത്തും കൊണ്ട് എന്ന് പറയുകയാണ്. എൻ്റെ പ്രാർത്ഥനയിൽ രാവും പകലും നിന്നെ ഓർത്തുകൊണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് ദൈവത്തിൻ്റെ കൃപ ദൈവത്തോട് ചോദിക്കാം. നാം എന്ത് ചെയ്യുമ്പോഴും നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും. വീട്ടിൽ ജോലി ചെയ്യുമ്പോഴും, അടുക്കളയിൽ ഭക്ഷണം ക്രമീകരിക്കുമ്പോഴും, ഭൗതികമായ ഏതെങ്കിലും തൊഴിലുകളിൽ ഏർപ്പെടുമ്പോഴും, പഠിക്കുമ്പോഴുമൊക്കെ ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. ദൈവചിന്തയോടെ നമുക്ക് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയും. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ജീവിതത്തിൽ പ്രഥമ പരിഗണന കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലെല്ലാം ചെയ്യുക, ദൈവത്തെ സ്മരിച്ചുകൊണ്ട് ചെയ്യുക എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. വല്ലപ്പോഴും പ്രാർത്ഥിക്കുന്ന പതിവല്ല നമുക്കാവശ്യം. ഏത് കാര്യത്തിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇടവിടാതെ പ്രാർത്ഥിക്കുവാനും എപ്പോഴും സന്തോഷിക്കുവാനും ദൈവകരങ്ങളെ സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, ഇടവിടാതെ പ്രാർത്ഥിക്കുവാനും എപ്പോഴും സന്തോഷിക്കുവാനും ഇന്ന് പകൽ വചനം കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണമേ. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആകുലനാകരുതേ മകനേ, അസ്വസ്ഥനാകരുതേ, ആധിയാലായുസിനെ നീട്ടാനാവുമോ നരനുലകിൽ. ആകുലനാകരുതേ മകനേ, അസ്വസ്ഥനാകരുതേ, ആധിയാലായുസിനെ